ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയങ്കയെ കൂട്ടി വരുൺ ഒരു സുഹൃത്തായ ഡയറക്ടറെ കാണാൻ എത്തിയിരിക്കുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്കയുടെ ആഗ്രഹത്തെ പറ്റി പറയുന്നു. നമുക്കൊരു ടെസ്റ്റ് നടത്താം, അതിൽ പ്രിയങ്ക നന്നായി ചെയ്താൽ നമുക്ക് സിനിമയിലേക്ക് നോക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ ആയിക്കോ എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. എന്നാണ് ടെസ്റ്റ് എന്നുള്ള കാര്യം ഞാൻ പറയാം, ഇനി നമുക്ക് അന്ന് കാണാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് രാധിക വഴിയിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം രാധികയുടെ മുന്നിലേക്ക് ഐശ്വര്യ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഒരു താല്പര്യമില്ലാത്ത മട്ടിലാണ് രാധിക നിൽക്കുന്നത്. രാധികയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ തന്നെ ഐശ്വര്യ വന്നു. എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ വേണ്ട, എനിക്ക് ജോലിയുണ്ടെന്നൊക്കെ രാധിക പറയുന്നുണ്ട്. ഒരുപാട് നേരം ഒന്നും വേണ്ട, അമ്മ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അച്ഛനെക്കുറിച്ചും നിന്നെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ. അപ്പോൾ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെയാ വന്നതെന്ന് ഐശ്വര്യ. ഇനി എന്നെ അന്വേഷിച്ച് വരണമെന്ന് രാധിക പറയുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, മോളെ പ്ലീസ് ഒരു 10 മിനിറ്റ് അമ്മയ്ക്ക് നിന്റെ അരികിലൊന്ന് ഇരിക്കണം, കുറച്ചു നേരം സംസാരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്റെ സമ്മതമില്ലാതെ ഒരിക്കലും മോള് സ്വന്തമാക്കാൻ അമ്മ നിൽക്കില്ല. ഒരു 10 മിനിറ്റ് അമ്മ നിന്റെ കാല് പിടിക്കാം എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഐശ്വര്യ രാധികയും കൊണ്ട് വന്നിരിക്കുന്നുണ്ട്. ഐശ്വര്യ അകത്തേക്ക് പോയ സമയം രാധിക വിചാരിക്കുന്നുണ്ട്, ഇനി എന്നെ കാണാൻ വരരുത് എന്ന് പറയണം. ചെയ്യുന്നത് ശരിയാണെങ്കിൽ എൻ്റെ കൃഷ്ണൻ എനിക്കൊരു തോന്നലെങ്കിലും ഉണ്ടാക്കി തരുമായിരുന്നല്ലോ, എന്താ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവാത്തത് എനിക്ക് രാധിക വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഐസ്ക്രീമുമായി അവിടേക്ക് വന്നിരിക്കുകയാണ് ഐശ്വര്യ. എനിക്ക് വേണ്ട എന്ന് രാധിക പറയുമ്പോൾ, അമ്മ ആഗ്രഹിച്ച് വാങ്ങി തന്നതല്ലേ, ഒരു അല്പമെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധത്തോടെ രാധികയെ കൊണ്ട് കഴിപ്പിക്കാൻ തുടങ്ങുകയാണ് ഐശ്വര്യ അത് ഓപ്പൺ ചെയ്ത് എന്നിട്ട് പറയുന്നു, അമ്മ മോൾക്ക് ആദ്യമായിട്ട് തരുന്നതല്ലേ, ഇത്രയും വർഷത്തിനിടയ്ക്ക് അമ്മയ്ക്ക് കിട്ടാതെ പോയ സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് രാധികയ്ക്ക് ഐശ്വര്യ തന്നെ അത് വാരി കൊടുക്കുന്നുണ്ട്, വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വേറെ നിവർത്തിയില്ലാതെ രാധിക അത് കഴിക്കുന്നു. 2 സ്പൂൺ കഴിച്ചപ്പോഴത്തേക്കും മതി, ഇനി എനിക്ക് വേണ്ട എന്ന് രാധിക പറയുന്നുണ്ട്. അമ്മ എന്താ കരുതുന്നത് എന്നറിയാമോ, എൻ്റെ മോൾക്ക് എപ്പോഴാണ് എന്നെ കാണാൻ തോന്നുന്നത് അപ്പോൾ എൻ്റെ അരികിലേക്ക് വരട്ടെ എന്ന്, എന്നെ എപ്പോ അമ്മ എന്ന് വിളിക്കാൻ തോന്നുന്നു അപ്പോൾ വിളിക്കട്ടെ എന്ന്. നിന്നെ ചുമന്ന എൻ്റെ വയറിനൊരിക്കലും ശാന്തമാകാൻ സാധിക്കില്ല, അമ്മയ്ക്ക് ഇനി വയ്യ മോളെ. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും അമ്മയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. നിന്നെ വളർത്തുന്നവരുടെ മുന്നിലേക്ക് അമ്മ വരും, എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ. മോൾ അമ്മയുടെ അരികിലേക്ക് വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു, വേണ്ട, അങ്ങോട്ട് വന്നു പോകരുത്, അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ യശോദാമ്മ മതി. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ അരികിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒന്നും തോന്നുന്നില്ല, എന്നെ വിട്ടേക്ക്, ഇനി എന്നെ തേടി വരരുത് എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുന്നു. പോയി കഴിഞ്ഞതിന് ശേഷം ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്, അവളുടെ ഒരു തോന്നല് അമ്മയുടെ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ എന്താ പ്രത്യേകിച്ച് തോന്നാനുള്ളത്. എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം നിന്റെ അരികിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ഐസ്ക്രീം വലിച്ചെറിയുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും വരുണും കൂടി ആറ്റുശ്ശേരിയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. മുത്തശ്ശി എന്ന് പറഞ്ഞ് പ്രിയങ്ക വളരെ സന്തോഷത്തോടെ മുത്തശ്ശിയോട് സംസാരിക്കുമ്പോൾ അവരെ അകത്തേക്ക് വിളിക്കുകയാണ് മുത്തശ്ശി. എന്നിട്ട് പ്രിയങ്കയോട് സംസാരിച്ചു കഴിഞ്ഞിട്ട്, മോന് സുഖമാണോ എന്നിങ്ങനെ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിക്കുന്നു. സുഖമാണെന്ന് പറയുന്നു വരുൺ എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നു, സുഖമാണോ എന്ന്. ആ അതെ എന്ന് പറയുന്നുണ്ട്. വരുണും പറയുന്നു, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന് മുത്തശ്ശിയും പറയുന്നു. അച്ഛനും അമ്മയും അവിടേക്ക് വന്നു. അച്ഛാ, ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് വരികയാണെന്ന് വരുൺ പറയുന്നു. എനിക്ക് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട്, രാധിക എവിടെയെന്ന് വരുൺ ചോദിക്കുന്നു. അവള് മ്യൂസിക് സ്കൂളിലേക്ക് പോയിട്ട് വന്നില്ലെന്ന് യശോദ. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയേ, അവളിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ എന്ന് മുത്തശ്ശി. രാധികയെക്കുറിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല മുത്തശ്ശി. എൻ്റെ ഏട്ടൻ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് രാധിക തന്നെയാണ്. അച്ഛനിരിക്കെ നമുക്ക് സമാധാനത്തോടെ സംസാരിക്കേണ്ട കാര്യമാണെന്ന് വരുൺ പറയുന്നു. അങ്ങനെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ, ചിലർക്ക് അത് നടത്താൻ പറ്റും, ചിലർക്കത് സാധിക്കാൻ കഴിയില്ല. സാധാരണ രീതിയിൽ പെൺകുട്ടികളുടെ മോഹം അവസാനിക്കുന്നത് വിവാഹത്തിലൂടെയാണ്. ഭർത്താവിന്റെ കുടുംബം, അവരുടെ തീരുമാനങ്ങൾ, അങ്ങനെ അവരങ്ങ് മാറിപ്പോകും. പക്ഷെ അത്തരമൊരു ചിന്താഗതിയിൽ എനിക്ക് മാറ്റമില്ല, എനിക്ക് താല്പര്യമില്ല. പ്രിയങ്ക മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു ആഗ്രഹം എനിക്ക് നടത്തി കൊടുക്കണമെന്ന് തോന്നി. എൻ്റെ താല്പര്യമല്ല, നിങ്ങളുടെ സമ്മതമാണ് പ്രധാനം. രാധിക ആ സമയം അവിടേക്ക് വന്നു. ആ രാധിക വന്നല്ലോ, വാടോ, താൻ കൂടി കേൾക്കേണ്ട കാര്യമാണെന്ന് വരുൺ പറയുന്നു. അങ്ങനെ രാധികയും അവിടെ നിൽക്കുന്നു. വരുൺ പറയുന്നു, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ വീട്ടിൽ ഒരുപാട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയതാണ്. പ്രിയങ്കയ്ക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം. അച്ഛൻ പറയുന്നു, മോനെ, അത് മുമ്പ് എപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ്, അത് മനസ്സിന് നുള്ളിക്കളഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിചാരം. എന്നാലേ ഇല്ല, അങ്ങനെയാണെങ്കിൽ അവളോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് വരുൺ. സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് മോനെ നീ ബുദ്ധിമുട്ടിച്ചോ എന്ന് യശോദ ചോദിക്കുന്നു. ഞാൻ ബുദ്ധിമുട്ടിച്ചതല്ല മേ, വരുണിനോട് പറഞ്ഞ കൂട്ടത്തിൽ
എന്നെ പ്രിയങ്ക പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോനെ മുമ്പ് പ്രിയങ്ക മോള് പറഞ്ഞപ്പോൾ ഞാനത് നിഷേധിച്ചതായിരുന്നു. അതൊന്നും നമുക്ക് ശരിയാവാത്ത കാര്യങ്ങളാണ്. ഇവിടെയായാലും കണിമംഗലത്തായാലും അങ്ങനെ ഒരു അന്തരീക്ഷമല്ലല്ലോ ഉള്ളത്. അതെല്ലാവരും മാറി ചിന്തിക്കുന്ന ഒരു സമയമായി അച്ഛാ. എനിക്ക് പ്രിയങ്കയുടെ ഈ ആഗ്രഹം നടത്തിക്കൊടുത്തേ പറ്റൂ എന്ന് വരുൺ. ഞങ്ങളിപ്പോൾ ഒരു ഡയറക്ടറിന്റെ അടുത്തു നിന്നാണ് വരുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടർ, ഒരു ഇന്ദ്രജിത്ത് മേനോൻ. പ്രിയങ്കയുടെ കാര്യം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചു. സിനിമാക്കാരെ കുറിച്ചുള്ള ധാരണകളൊക്കെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അത് മാന്യമായ ഒരു പ്രൊഫഷൻ തന്നെയായിട്ടാണ് എല്ലാവരും കരുതുന്നത്. പ്രിയങ്ക അഭിനയിക്കാൻ പോകുന്നതിൽ എനിക്കോ കണിമംഗലത്തുകാർക്കോ ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പ്രിയങ്കയോട് പറഞ്ഞു, ആറ്റുവാശ്ശേരിയിലെ കുടുംബത്തിന്റെ സമ്മതത്തോടെ അല്ലാതെ ഇതിന് ഇറങ്ങിത്തിരിക്കാൻ പാടില്ലെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എന്ന് വരണം. മുത്തശ്ശി പറയുന്നു, പ്രിയങ്ക മോളുടെ ജാതകം പണ്ട് നോക്കിയപ്പോൾ ഒരു വലിയ കലാകാരി ആകുമെന്നാണ്. അതിൽ ഞങ്ങൾക്ക് വേറെ മാർഗം അറിയില്ലായിരുന്നു. ദേവേട്ട എന്താ പറയുന്നത്? മോനിങ്ങനെയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് യശോദ അച്ഛനോട് ചോദിക്കുന്നു. അച്ഛാ, പ്രിയങ്ക പോയിക്കോട്ടെ, അവൾക്ക് അവളുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ എന്ന് രാധിക പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോനിപ്പോ സംസാരിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി. വീട്ടിലേക്ക് വന്നു കയറി മരുമകൻ എന്ന രീതിയിൽ ഈ ഹൃദയ വിശാലത കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. എല്ലാം നിങ്ങളുടെ തീരുമാനം പോലെ നടക്കട്ടെ എന്ന് അച്ഛൻ പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. അച്ഛൻ പേടിക്കുന്ന ഒന്നും ഉണ്ടാകില്ല. അച്ഛൻ നോക്കിക്കോ, എല്ലാവർക്കും അഭിമാനിക്കാവുന്ന അവസ്ഥയിലേക്ക് ഞാൻ വളരും. അച്ഛൻ പറയുന്നു, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. അഭിനയിക്കാൻ പോകുന്ന സ്ഥലത്ത് പ്രിയങ്ക മോൾക്ക് ഒരു കൂട്ട് ആവശ്യമുണ്ട്. അതിനൊക്കെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകളുണ്ട് എന്ന് പ്രിയങ്ക പറയുമ്പോൾ അച്ഛൻ പറയുന്നു, അങ്ങനെ ഉണ്ടാകും, പക്ഷെ അത് പോരാ. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്റെ സഹായിയായി രാധിക മോള് കൂടെ ഉണ്ടാകണം. എന്തിനാ അത്? എവിടെ പോയാലും ഇവളെ കൂടെ വിടുന്നത് എന്ന് അമ്മ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അമ്മ മിണ്ടാതിരിക്കെ, പ്രിയങ്ക മോള് പോകുന്ന സ്ഥലത്ത് എനിക്കൊരു ധൈര്യം ഉണ്ടാകണമെങ്കിൽ ആ രാധിക അവളുടെ കൂടെ ഉണ്ടാകണം. വരുണിന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, അതിനിപ്പോ എന്താ അച്ഛാ, രാധികയും കൂടെ പോരട്ടെ, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അല്ലച്ചാ, എനിക്ക് മ്യൂസിക് സ്കൂളിൽ പോവാനുള്ളതല്ലേ എന്ന് രാധിക പറയുന്നു. എടോ, എന്തായാലും തന്റെ അനിയത്തിക്ക് വേണ്ടിയല്ലേ, നമുക്കൊന്ന് ബുദ്ധിമുട്ടാന്നേ എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യം തീരുമാനിച്ചു. പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് വരുൺ ഇപ്പോൾ രാധികയെ നോക്കുന്നു. രാധികയ്ക്ക് കാര്യം മനസ്സിലായി. പിന്നീട് കാണിക്കുന്നത് കണിമംഗലം രാത്രിയിൽ. കൽപ്പന ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം മുറിയിൽ പെട്ടെന്ന് ഗൗതം കൽപ്പനയുടെ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. എന്താ ഗൗതം ഇത് എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നു, ഓ, ഭർത്താവിന്റെ അസുഖം മാറിയപ്പോൾ എന്നെ മറന്നല്ലേ? അതായിരുന്നില്ല നമ്മൾ തമ്മിലുള്ള വാക്ക്. എന്നെ പ്രണയിക്കാൻ ഇഷ്ടം പോലെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. നേരിട്ട് പ്രകടിപ്പിച്ചവരും ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ഞാൻ തള്ളി മാറ്റിയത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നമ്മൾ ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്നിട്ട് ഇടയ്ക്കേട്ട് കൽപ്പന പറയുന്നു, എന്റെ മനസ്സ് മാറിയെന്ന് ഗൗതം എങ്ങനെയാ തീരുമാനിച്ചത്? സൂര്യ എഴുന്നേറ്റ് നടന്നു, അത് സത്യമാണ്. പക്ഷെ എഴുന്നേറ്റ് നടന്ന സൂര്യ എന്നെ ഇപ്പോൾ കാണുന്നത് ശത്രുവായിട്ടാണ്. ആ ശത്രുവിന്റെ കൂടെ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശം നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കണിമംഗലത്തെ സമ്പത്ത്, അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് ഒരു ജീവിതം, അതിനൊരു മാറ്റവും വരില്ല ഒരു കാലത്തും. ഇടയ്ക്കേട്ട് ഗൗതം പറയുന്നു, എനിക്ക് അതിലൊരു വിശ്വാസം ഇല്ലെന്ന്. അത് ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് കാണിച്ചാൽ മതിയോ എന്ന് കൽപ്പന ചോദിക്കുന്നു. പ്രണയിക്കാൻ നടക്കുന്ന പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ അതോ എന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതാണോ എന്ന് കൽപ്പന. ഇങ്ങനെയൊക്കെ മനസ്സിൽ വിഷമം തോന്നുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകില്ല എന്ന് പറഞ്ഞ് കൽപ്പനയുടെ കവിളിലേക്ക് പിടിക്കുകയാണ്. ഗൗതം, നിന്നെ എനിക്ക് വിട്ടു പോകാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഗൗതം, സ്വപ്നങ്ങൾക്ക് അവധി കൊടുക്കാം എന്നൊരു പദപ്രയോഗമുണ്ട്. തൽക്കാലം നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ അതേ പറ്റൂ. ജീവിച്ച് തുടങ്ങിയ പിന്നെ തിരിഞ്ഞു നോക്കരുത്. ഈ ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന ജോഡികൾ നമ്മളായിരിക്കണം. അതിനുവേണ്ടി കുറച്ചുകൂടി ക്ഷമിച്ചൂടെ? തളർന്നിരിക്കുന്ന സൂര്യ മാനസികമായി തളർത്തുന്നത് എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കഴിയില്ല. ഞാൻ ചില പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിശദമായി ഞാനത് പിന്നീട് പറയാം. ഇപ്പോൾ ഞാൻ പോട്ടെ എന്ന് കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നു, ഇവിടെ ആരും വരില്ല, നീ കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്ക്. ഗൗതം പ്ലീസ് എന്നൊക്കെ കൽപ്പന പറയുന്നു. ആ സമയത്താണ് സൂര്യ അതുവഴി വരുന്നത്. കൽപ്പനയും ഗൗതമും സൂര്യയെ കാണുന്നുണ്ട്. പെട്ടെന്ന് ഗൗതം അവിടെ നിന്ന് മാറി നിൽക്കുന്നു. സൂര്യ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരാൾ പോകുന്നതാണ് കാണുന്നത്. ഗൗതം അങ്ങോട്ടേക്ക് പോയി ഒളിച്ചു നിൽക്കുന്നു. ആരാ ഇപ്പോൾ അങ്ങോട്ടേക്ക് മാറിയത് എന്ന് സൂര്യ ചോദിക്കുന്നു. ഞാൻ കണ്ടില്ലല്ലോ എന്ന് കൽപ്പന പറയുന്നുണ്ട്. അവിടെ ആരെയോ കണ്ടോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്ന് സൂര്യ പറയുമ്പോൾ സൂര്യ അവിടെ നിൽക്കേ. സൂര്യ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഇന്നാൾക്കത്തെ പോലെ ചില കുർവാസംഘങ്ങളെങ്ങനെയാണോ എന്ന് കൽപ്പന പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഒരു ദിവസം അവരിവിടെ കയറിയെന്ന് വെച്ച് അവരുടെ സ്ഥിര താമസമൊന്നും അല്ലല്ലോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സൂര്യ പോകാൻ തുടങ്ങുമ്പോൾ കൽപ്പന തടയുന്നു. സൂര്യയ്ക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, വേണമെങ്കിൽ ഞാൻ അച്ഛനെയോ വരുണിനെയോ വിളിക്കാമെന്നും കൽപ്പന. സൂര്യയ്ക്ക് തോന്നുന്ന സംശയം നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാമെന്നും ഞാൻ സൂര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. സൂര്യയ്ക്ക് എന്നെ വിശ്വാസമില്ല എന്നൊക്കെ കൽപ്പന ചോദിക്കുന്നു. എനിക്കെല്ലാവരും വിശ്വാസമാണ്, എന്നെ ചതിക്കാത്തവരെ എന്ന് പറഞ്ഞ് സൂര്യ പോകുന്നു. സമാധാനത്തോടെ ഗൗതം ഇരിക്കുന്നുണ്ട്.
വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.